ആദിപരാശക്തിയായ മഹാദേവിയുടെ അവയവങ്ങൾ അക്ഷരരൂപത്തിൽ മന്ത്രങ്ങളായി അവതാരം കൈക്കൊണ്ട് അനുഗ്രഹം നൽകുന്ന അതിദിവ്യമായിട്ടുള്ള മഹാമന്ത്രധാരയാണ് ദേവി മഹാത്മ്യം. ഓരോ ശ്ലോകങ്ങളും ബീജാക്ഷരവും പ്രണവവും ചേർത്ത് മന്ത്രരൂപത്തിൽ ഉപയോഗിക്കുന്നതും ഓരോ അധ്യായമായി നിത്യപാരായണം ചെയ്യുന്നതും സർവ്വസാധാരണമാണ്. പ്രണവപ്രകാശത്തിൻ്റെ ഈ അധ്യായത്തിൽ 4-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം ഒരു മഹാമന്ത്രമായി അവതരിപ്പിക്കുകയാണ്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമസ്ത മംഗളങ്ങളും നൽകാൻ കഴിയുന്ന ഒരു മഹാമന്ത്രമാണ് ഈ ശ്ലോകം. മന്ത്രരൂപത്തിൽ ശക്തിബീജവും ചേർത്ത് ജപിച്ചുകൊണ്ട് നിരവധി പ്രയോഗങ്ങൾ ചെയ്യുവാൻ ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഈ ശ്ലോകം മന്ത്രരൂപത്തിൽ എങ്ങനെ ജപിക്കാം എന്ന് പരിശോധിക്കാം. ഓം ഹ്രീം ദേവ്യായ തതമിദം ജഗദാത്മശക്ത്യാ നിശേഷദേവ ഗണശക്തി സമൂഹമൂർത്തിയാ താമംബികാം അഖിലദേവമഹർഷിപൂജ്യാം ഭക്ത്യാനദാസ്മ വിദധാതു ശുഭാനി സാന. ഓം. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം കൂടി പരിശോധിക്കാം. നിശേഷദേവഗണ ശക്തി സമൂഹമൂർത്തിയ, സമസ്ത ദേവഗണങ്ങളുടെയും ശക്തികളുടെ സമൂഹം കൊണ്ട് ഉണ്ടായ ശരീരത്തോടു കൂടിയ യയാ ദേവ്യ ആത്മശക്തിയ എന്ന് പറഞ്ഞാൽ യാതൊരു ദേവിയാൽ സ്വന്തം ശക്തി കൊണ്ട് എന്ന് അർത്ഥം. ഇതം ജഗൽ തതം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടുവോ. അഖിലദേവ മഹർഷിപൂജ്യാം, എല്ലാ ദേവന്മാരാലും മഹർഷിമാരാലും പൂജിക്കപ്പെടുവാൻ യോഗ്യയായിട്ടുള്ള താം അംബികാം, ആ ചണ്ഡികാദേവിയെ, ആ അമ്മയെ ഭക്ത്യാനതാ സ്മഃ, ഭക്തിയോടുകൂടി ഞങ്ങൾ നമസ്കരിക്കുന്നു. സാ ന, ആ ദേവി നമ്മൾക്ക് ശുഭാനി വിദധാതു, മംഗളങ്ങൾ നൽകട്ടെ. അതിൻ്റെ അർത്ഥം ഇപ്രകാരം വരും. സമസ്ത ദേവഗണങ്ങളുടെയും ശക്തി സമൂഹത്താൽ ഉണ്ടായ ശരീരത്തോടുകൂടിയ യാതൊരു ദേവി, ആ ജഗദംബിക ആത്മശക്തി കൊണ്ട് ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചുവോ, സമസ്ത ദേവന്മാരാലും എല്ലാ മഹർഷിമാരാലും പൂജിക്കപ്പെടുവാൻ യോഗ്യയായിട്ടുള്ള ആ ജഗദീശ്വരിയായ അമ്മയെ, ആ ചണ്ഡികാദേവിയെ ഞങ്ങൾ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു. ആ ദേവി ഞങ്ങൾക്ക് മംഗളങ്ങൾ നൽകട്ടെ. അതിവിശിഷ്ടമായ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഒരുവിധം പറഞ്ഞൊപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രയോഗങ്ങൾ കൂടി പറയാം. ഓരോ ദേവീ ഉപാസകന്മാരായിട്ടുള്ള ഗുരുനാഥന്മാരും വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കു വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ബീജമന്ത്രങ്ങൾ ചേർത്തുകൊണ്ട് ദേവീ മഹാത്മ്യത്തിലെ മന്ത്രങ്ങൾ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ നൽകിയതും അതുകൂടാതെ മഹാത്മാക്കളായ ചില സന്യാസിമാരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. മന്ത്രവാദ പ്രയോഗങ്ങൾക്കു വേണ്ടി ദേവീ മഹാത്മ്യത്തിലെ മന്ത്രങ്ങൾ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും ഉപയോഗിച്ചു വരാറുണ്ട്. ശ്രീചക്രയന്ത്രത്തിൻ്റെ ഫലം നൽകുന്ന ഒരു മന്ത്രപ്രയോഗം പറയാം. ഈ മന്ത്രം 3 പ്രാവശ്യം ചെമ്പോലയിലോ വെള്ളി തകിടിലോ എഴുതി 1001 മുതൽ 10001 വരെ, 3001, 5001, 7001, 9001 എന്നിങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യയിൽ ജപിച്ച് സിദ്ധി വരുത്തിയ ശേഷം ശരീരത്തിൽ ധരിച്ചാൽ ശത്രുദോഷവും ആഭിചാരദോഷവും ഗ്രഹദോഷങ്ങളുമെല്ലാം മാറി സ്വസ്ഥവും സുഖകരവുമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാകുന്നതാണ്. മഹാലക്ഷ്മി ബീജം ആയിട്ടുള്ള ശ്രീം എന്ന അക്ഷരം കൂടി ചേർത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ അനുഗ്രഹങ്ങൾ കൂടി അമ്മ പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ ജോലി ചെയ്യുന്നതിനും അതിനു വേണ്ട രീതിയിൽ ഫലം കിട്ടുന്നതിനും കൂടാതെ ഏതു ജോലിയും ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നതിനുമൊക്കെ ഈ മന്ത്രം ഇപ്രകാരം ജപിക്കാവുന്നതാണ്.
വീട്ടിൽ തന്നെ അമ്മമാർക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ പ്രയോഗം കൂടി പറയാം. പഠിക്കാൻ മടിയുള്ള, ബൗദ്ധികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ അമ്മമാർ 7 ദിവസം വ്രതമെടുക്കണം. അതായത് മത്സ്യം, മാംസം എന്നിവ ഉപയോഗിക്കാതിരിക്കുക, തലേ ദിവസത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നിവ ശ്രദ്ധിച്ചാൽ മതിയാകും. പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ഒരു പാത്രത്തിൽ അല്പം നെയ്യെടുത്ത് അത് വലതു കൈയിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം 21 പ്രാവശ്യം 7 ദിവസം ജപിക്കുക. അതിനുശേഷം 21 ദിവസം രാവിലെ കുട്ടികൾക്ക് നൽകുക. അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി പ്രാപിക്കുകയും നല്ല ഭാവി അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മ ഈ മന്ത്രം ജപിച്ച് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ക്ഷേത്രത്തിൽ നിന്നും സാരസ്വതകൃതം നെയ് ജപിച്ച് വാങ്ങി കുട്ടികൾക്ക് നൽകുന്നതിൻ്റെ 100 ഇരട്ടി ഫലം ഇതുകൊണ്ടുണ്ടാകുമെന്നതിൽ സംശയമേ വേണ്ട. അത്രയും ദിവ്യവും ശക്തവുമാണ് ഈ ദേവീ മാഹാത്മ്യ മന്ത്രത്തിൻ്റെ മഹത്വം. ശത്രുദോഷം മാറുന്നതിനു വേണ്ടി ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളി രൂപം ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 101 പ്രാവശ്യം ചുണ്ണാമ്പും മഞ്ഞളും കലക്കിയ ഗുരുതിയിൽ വലം കൈയിലെ 5 വിരലും സ്പർശിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ജപിക്കുക. അതിനുശേഷം സ്വന്തം വീട്ടിലും പറമ്പിലും തളിക്കണം. ശത്രുദോഷം മാറും. 3 വെള്ളിയാഴ്ച ചെയ്താൽ മതിയാകും. ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം വീട്ടിലുള്ളവരിൽ മുതിർന്നയാൾ സന്ധ്യാസമയത്ത് ജപിച്ച് പ്രാർത്ഥിക്കുക. വീടിൻ്റെ വടക്കുഭാഗത്തായി പ്ലാവിൻ്റെ വിറകുപയോഗിച്ച് തീ കത്തിച്ച ശേഷം കുരുമുളക്, ഉപ്പ്, കടുക് ഇവ 3 ചേർത്ത് അല്പം വലം കയ്യിലെടുത്ത് വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും 7 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് അഗ്നിയിൽ സമസ്ത ശത്രുദോഷവും ഇതുകൊണ്ട് സംഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് മന്ത്രം ജപിച്ച് അഗ്നിയിൽ ഹോമിക്കുക. അതിനുശേഷം പ്രായശ്ചിത്തമായി 21 പ്രാവശ്യം ഓം നമോ നാരായണായ എന്ന ശ്രീ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മന്ത്രവും ജപിക്കുക. ശത്രുനാശം തീർച്ചയാണ്. ദിവസവും വീട്ടമ്മമാർ ചോറുണ്ടാക്കാനായി അരി അടുപ്പത്തിടുമ്പോൾ ലക്ഷ്മീ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഇപ്രകാരം ചെയ്യുന്ന സ്ത്രീകളുള്ള ഭവനങ്ങളിൽ ഒരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയേയില്ല. കൂടാതെ അവിടെയുള്ള മറ്റംഗങ്ങളെല്ലാവരും ഇപ്രകാരം ചെയ്യുന്ന സ്ത്രീയെ ബഹുമാനിക്കുകയും ചെയ്യും. പ്രായപൂർത്തിയാകാത്ത കൊച്ചു പെൺകുട്ടികളെ സാക്ഷാൽ ജഗദീശ്വരിയായി കരുതി അവർക്ക് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടഭക്ഷണം നൽകുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എന്താഗ്രഹം സാധിക്കണം എങ്കിലും ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം 27 പ്രാവശ്യം ജപിച്ച് സിന്ദൂര തിലകം നെറ്റിയിൽ ചാർത്തി ഇഷ്ടമുള്ള സ്ത്രീയോട് സംസാരിച്ചാൽ ആ സ്ത്രീ വശമാകും. ഭർത്താവിന് ഭാര്യയോട് അനിഷ്ടമുണ്ട് എങ്കിൽ അത് മാറിക്കിട്ടുന്നതിന് 11 പ്രാവശ്യം സ്വയംവര പാർവതിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് സിന്ദൂരം തൊടുക. ഭർത്താവ് ദാസനെപ്പോലെ വശമാകുന്നതാണ്. അനേകായിരം ബാലാദിത്യന്മാരുടെ പ്രഭയോടുകൂടിയവളും വണ്ടുകൾ ചുറ്റിപ്പറക്കുന്ന പുഷ്പമാല കൈകളിൽ പിടിച്ചിട്ടുള്ളവളും മനോഹരമായ ദേഹത്തോടുകൂടിയവളും പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടുകൂടിയവളും ശിവനെ മാലയിട്ട് വരിക്കുവാൻ മെല്ലെ മെല്ലെ അടുത്തു ചെല്ലുന്നവളും എല്ലാവർക്കും മോഹത്തെ ജനിപ്പിക്കുന്നവളും ദേവന്മാരാലും മുനിശ്രേഷ്ഠന്മാരാലും വന്ദിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവളും അഭീഷ്ടമെല്ലാം സാധിപ്പിച്ചു നൽകുന്നവളുമായിട്ടുള്ള ശ്രീ പാർവതീ ദേവിയെ ധ്യാനിച്ചുകൊണ്ടുവേണം ഈ മന്ത്രം ജപിക്കാൻ. അപ്രകാരം ജപിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മാത്രമല്ല കുടുംബത്തിലുള്ളവരുടെയൊക്കെ അനിഷ്ടം മാറി അവർ ദാസരെ പോലെ വശമാകും എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ഫലം. പൂജാമുറിയിലെ ഏതെങ്കിലും ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ ഒരു നാരങ്ങാവിളക്ക് കത്തിച്ചു വച്ച് ഈ മന്ത്രം സന്ധ്യാനേരത്ത് ഇഷ്ടമുള്ള അത്ര പ്രാവശ്യം ജപിക്കുക. 7 മുതൽ 21 ദിവസത്തിനകം ആഗ്രഹം സാധ്യമാകുന്നതാണ്. രാവിലെ ഉദയസൂര്യനിൽ അന്നപൂർണേശ്വരിയായ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുകയേയില്ല. ഇങ്ങനെയുള്ള നിരവധി പ്രയോഗങ്ങൾ ഈ ഒരു മന്ത്രം കൊണ്ട് ചെയ്യാനാവും. ആദിപരാശക്തിയായ മഹാദേവിയുടെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.